വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ ബഷീറിന്റെ വിധി പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണെന്ന് വിരമിച്ച ജഡ്ജിമാരും മുതിർന്ന അഭിഭാഷകരും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും വടക്കാഞ്ചേരിയിലെ ജഡ്ജി എ ബഷീറിനെ അറിയാവുന്നവർ പറയുന്നത് നീതിക്കും നിയമത്തിനും വേണ്ടി നിലകൊള്ളുന്ന ആളാണ് ബഷീറെന്ന് ജന്മനാടായ വടക്കാഞ്ചേരിക്കാർ പറയുന്നു. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത തെക്കുംകര പഞ്ചായത്തിൽ ചെമ്പോടാണ് ജഡ്ജി എ ബഷീറിന്റെ ജന്മദേശം. ഇല്ലായ്മയിൽ നിന്നും വളർന്നു വലുതായ അദ്ദേഹം വടക്കാഞ്ചേരിയിലെ കോടതികളിൽ നിന്നാണ് നീതിക്കു വേണ്ടി പോരാട്ടം ആരംഭിച്ചത്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളണമെന്നായിരുന്നു ചെറുപ്പത്തിൽ മാതാപിതാക്കൾ അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ടാവാം മനസാക്ഷിയെ നടുക്കിയ കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് അദ്ദേഹം തൂക്കുകയർ വിധിച്ചത്. ഒരുപക്ഷെ വിധിശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. എങ്കിലും സമൂഹത്തിൽ ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സന്ദേശമാകാം ഈ വിധി. ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചാലും ഉടനെയൊന്നും പുറംലോകം കാണാൻ കഴിയില്ല. പരോൾ അടക്കമുള്ള ഇളവുകൾ ലഭിക്കില്ല. കഠിനമായ തടവായിരിക്കും ലഭിക്കുക. ഹൈക്കോടതിയിൽ കേസ് തീർപ്പാക്കണമെങ്കിൽ ചുരുങ്ങിയത് 6 വർഷമെങ്കിലും എടുത്തേക്കും. കേസ് സുപ്രീം കോടതിയിലെത്തിയാൽ വീണ്ടും വർഷങ്ങൾ ജയിലിൽ കഴിയണം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാകാം പ്രണയത്തെ രക്തസാക്ഷിയാക്കിയ കേസിലെ വിധി പറഞ്ഞത്. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകൾ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയതിന് 10 വർഷവും കേസ് തിരിച്ചുവിടാൻ ശ്രമിച്ചതിന് 5 വർഷവും എന്നിവ ഉൾപ്പെടെ 586 പേജുള്ള വിധിന്യായമാണ് കോടതി തയ്യാറാക്കിയിരുന്നത്. 2022 ഒക്ടോബറിലാണ് കേരളത്തെ നടുക്കിയ കൊലക്കേസ് നടന്നത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.